നമ്മൾ ദുബായിൽ 6 വർഷമായി സ്ഥിരമായിട്ട് താമസിക്കലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊന്നും പ്രത്യേകിച്ച് പോകാറൊന്നുമില്ല. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം ഇങ്ങനത്തെ യാത്രകളൊക്കെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയത് കേട്ടോ. ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മനസ്സും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നല്ലതാട്ടോ ഇങ്ങനത്തെ ഒരു യാത്ര. അങ്ങനെ നമ്മൾ പോയതാണ്. നമ്മൾ പോണ സൗണ്ട് ശരിയല്ലാത്ത തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോണത് റാസൽ ഖൈമ ജബൽ ജയ്സ് കാട്ടോ. നേരെ നമ്മൾ റാസൽ ഖൈമ സിറ്റി മാക്സ് ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ നമ്മൾ റാസൽ ഖൈമ എത്തി നേരെ ഹോട്ടൽ റൂം. അപ്പോൾ റൂമൊക്കെ കിട്ടി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അപ്പോൾ മോൾ ഇതൊക്കെ കണ്ട ഒരു സന്തോഷത്തിലാട്ടോ. കൂടുതൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രകളൊന്നും പോയിട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പച്ചമുളക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവിടുത്തെ ഫുഡ് ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ കുറച്ച് കളർ കൂടി എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് സീ ഫുഡ് ബക്കറ്റൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരെ നമ്മൾ തിരിച്ചു. നേരെ നമുക്ക് എന്ത് ചെയ്യാം, റൂമിൽ പോയിട്ട് വേണം നാളെ മോർണിംഗിൽ 4 മണിക്ക് നമുക്ക് ജബൽ ജയ്സ് പോകണം സൺറൈസ് കാണാൻ കേട്ടോ. അപ്പം നമ്മൾ മോർണിംഗ് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ജബൽ ജയ്സ് കാണാനായിട്ടോ. നല്ല അടിപൊളി വൈബൊക്കെയാണ് അവിടെ. ആ ഒരു മലമുകളിൽ നമ്മൾ ആ സൺറൈസ് ഉദിക്കുമ്പോൾ തന്നെ നമ്മൾ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് നമ്മൾ ഒരു ചായ കിട്ടണമല്ലോ. അങ്ങനെ ചായ നമ്മൾ ഹോട്ടലിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുടിക്കാൻ മറന്നു. അങ്ങനെ പുറത്ത് നമ്മളൊരു ഹോട്ടലിൽ തപ്പി അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കിട്ടിയിട്ടോ. ഒരു ചെറിയ ഹോട്ടലാണെങ്കിൽ കൂടി നമുക്കൊരു ഫ്രഷ് മിൽക്കൊക്കെ കിട്ടി. അവിടെ നേരെ നമ്മൾ വിട്ട് ചായയും കുടിച്ച് അത് നമ്മൾ ജബൽ ജയ്സ് എത്തിയിട്ട് ഈ ഒരു സൺറൈസ് കാണാൻ നമ്മൾ പോണത്. അത് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം അവിടെ ചെന്നപ്പോഴാണ് ഒരു പണി പാളിയത്. നല്ല കടുന്നല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വേഗം നമ്മൾ കുട്ടികളുള്ള കാരണം വേഗം അവിടെ നിന്ന് പോന്നിരുന്നു. പിന്നെ സൈക്കിൾ റേസിംഗ് ഒക്കെ ഒരുപാട് ആൾക്കാരവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആരെ തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിൽ തന്നെ എത്തി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുട്ടികളെ കളിപ്പിക്കണമല്ലോ. അങ്ങനെ നമുക്ക് 1:30 വരെയാണ് കേട്ടോ നമുക്ക് ടൈം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം 1:30 വരെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കളിപ്പിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. ഇനി ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം കൂടുതലും നമുക്ക് മനസ്സിൽ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലും മടിയാണല്ലോ വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ ഇനി വീഡിയോസ് എന്തായാലും വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചുണ്ടുമണീനൊക്കെ ഇറക്കിയെന്ന് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഓളം എൻജോയ് ചെയ്തു. നല്ല രസമുള്ളൊരു യാത്രയാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റും. അപ്പോൾ ഇനി വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ചേച്ചാ ബൈ ബൈ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുട്ടീൻ്റെ ഫോട്ടോ ഷൂട്ട് എടുക്കാണ്ടായിരുന്നു കേട്ടോ, വീഡിയോസും ഫോട്ടോസും. കാരണം ഈ ടൈമിൽ ഓരോ മന്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അതേപോലെ നമ്മൾ ഒരു 9 മന്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതിലിടക്ക് ഇതാക്കി തട്ടിയൊക്കെ ഇട്ട് ആകെ കുളമായി. പിന്നെ വീണ്ടും നമ്മൾ എടുത്തൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ചേച്ചാ ബൈ ബൈ.